തങ്കയങ്കി വഹിച്ചുള്ള ഘോഷയാത്ര കടന്നു വരികയാണ്. ചരിത്ര പഴമ ഉള്ള തങ്കയങ്കിയാണ് ഇത്. ആറന്മുള ക്ഷേത്രത്തിൽ നിന്നാണ് ശബരിമലയിലേക്ക് ഈ തങ്കയങ്കി കൊണ്ടുവരുന്നത്. തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ശബരിമലയിൽ സമർപ്പിച്ചതാണ് 451 പവൻ തൂക്കം വരുന്ന തങ്കയങ്കി. തങ്കയങ്കിയാണ് മണ്ഡല പൂജയ്ക്ക് അണിയിക്കുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് സുജിത് സുരേന്ദ്രൻ തുടരുന്നു. സുജിത്ത്. പറഞ്ഞതുപോലെ തന്നെ ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് ശബരിമല അയ്യപ്പന് സമർപ്പിച്ച തങ്കയങ്കി, ആ തങ്കയങ്കിയും വഹിച്ചുള്ള ഘോഷയാത്ര ഇന്ന് ഉച്ചയോടുകൂടിയാണ് പമ്പയിലേക്ക് എത്തിയത്. അവിടെ നിന്നും ഉച്ചവിശ്രമത്തിന് ശേഷമാണ് സന്നിധാനത്തേക്ക് പുറപ്പെട്ടത്. ശരംകുത്തിയിലെത്തിയ തങ്കയങ്കി ഘോഷയാത്രയെ ശബരിമലയിൽ നിന്നും പ്രധാനപ്പെട്ട നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ തന്നെ എത്തിയാണ് ശരംകുത്തിയിൽ നിന്നും ആചാരപരമായ വരവേൽപ്പ് നൽകി സന്നിധാനത്തേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ നടപ്പന്തലിലേക്ക് എത്തി. നടപ്പന്തലിൽ നിന്നും സന്നിധാനത്തേക്ക് 6:25 കൂടിയാണ് എത്തിയപ്പോൾ തീവെട്ടികളും അതുപോലെ തന്നെ കർപ്പൂരാഴിയുടെയും ഒക്കെ അകമ്പടിയോടുകൂടിയാണ് സന്നിധാനത്തേക്ക് ഈ തങ്കയങ്കിയും വഹിച്ചുള്ള ഘോഷയാത്ര എത്തിയത്. അപ്പോൾ കർപ്പൂര ദീപങ്ങൾ തെളിയുകയും ശരണമന്ത്ര മുഖരിതമാവുകയുമായിരുന്നു സന്നിധാനം. അതിനുശേഷം കൊടിമര ചുവട്ടിൽ ദേവസ്വം അധികൃതർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് മെമ്പർമാരും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഈ തങ്കയങ്കി സ്വീകരിച്ചത്. അതിനുശേഷം ബലിക്കൽപുര കടന്ന് നമസ്കാര മണ്ഡപം കടന്ന് സോപാനത്തിലേക്ക് എത്തിച്ചു. സോപാനത്തിൽ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന ഈ തങ്കയങ്കി ഏറ്റുവാങ്ങിക്കൊണ്ട് ശ്രീലകത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഇനി കാത്തിരിക്കുന്ന ആ അസുലഭമായ നിമിഷമാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയാണ്. ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷമായ ചടങ്ങുകളിൽ ഒന്ന് തന്നെയാണ് മണ്ഡലപൂജ വേളയിൽ മണ്ഡലപൂജ തലേ ദിവസം, മണ്ഡലപൂജയ്ക്ക് തലേ ദിവസമായിട്ടുള്ള ഈ ദീപാരാധന. വിശേഷാൽ ദീപാരാധന തന്നെയാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന. നമുക്കറിയാം ശബരിമലയിൽ മണ്ഡലപൂജ 41 ദിവസം നീണ്ടു നിൽക്കുന്ന മണ്ഡലകാലം. ആ മണ്ഡലകാലത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് മണ്ഡലപൂജ നടക്കാറുള്ളത്. ആ മണ്ഡലപൂജ വേളയിലും അയ്യപ്പനെ ഇത്തരത്തിൽ തങ്കയങ്കി ചാർത്തിയാകും വിശേഷാൽ പൂജ, മണ്ഡലപൂജ നടക്കുക. ആ മണ്ഡലപൂജ ദർശിക്കുന്നതിനും അതുപോലെ ഈ ഇന്നത്തെ വിശേഷാൽ ദീപാരാധന തൊഴുന്നതിനും വേണ്ടി നിരവധി ഭക്തരാണ് സന്നിധാനത്തേക്ക് ഒഴുകിയെത്താറുള്ളത്. പക്ഷേ ഭക്തർക്ക് ഇന്ന് ഉച്ചയോടുകൂടി പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടന്നു വരുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ ദീപാരാധനയ്ക്ക് ശേഷമാകും സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തിവിടുക. ഒപ്പം തന്നെ നിലയ്ക്കലിൽ നിന്നും 11 മണിയോടുകൂടി തന്നെ ഭക്തരെ കടത്തിവിടുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ശരംകുത്തിയിൽ വരെ ഭക്തരെ കടത്തിവിടും. ദീപാരാധനയ്ക്ക് ശേഷമാകും ശരംകുത്തിയിൽ നിന്നും ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടുക. എന്തായാലും ഇനിയുള്ള മണിക്കൂറുകളിൽ ഭക്തർക്ക് ദീപാരാധന കഴിഞ്ഞ് ഉള്ള വേളയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തിയുള്ള രൂപം ദർശിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ മണ്ഡലപൂജ സമാപന വേളയിൽ മണ്ഡലപൂജ കാലത്ത് ഈ ദിവസങ്ങളിൽ ഇന്നും നാളെയും തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പ ദർശനമാണെങ്കിൽ മകരവിളക്കുത്സവ കാലത്താണ് തിരുവാഭരണം ചാർത്തി ഭക്തർക്ക് അയ്യപ്പനെ ദർശിക്കാൻ സാധിക്കുക. ഇപ്പോൾ ദീപാരാധന സമയമാണ്. സന്നിധാനത്തേക്ക് തങ്കയങ്കി എത്തിച്ചിരിക്കുന്നു. ഇനി ആ തങ്കയങ്കി ചാർത്തിയുള്ള വിശേഷാൽ ദീപാരാധനയാണ്. ആ ദീപാരാധന ദർശിക്കുന്നതിന് വേണ്ടി നിരവധി പേർ ഇപ്പോൾ സന്നിധാനത്തുണ്ട്. ദേവസ്വം ജീവനക്കാരടക്കമുള്ളവരാണ് സന്നിധാനത്ത് ഉള്ളത്. പോലീസ് ഉദ്യോഗസ്ഥർ അതുപോലെ ദേവസ്വം ജീവനക്കാർ ഒക്കെ തന്നെ ആ ഒരു ദീപാരാധന ദർശിക്കുന്നതിന് വേണ്ടി ഭക്തിപുരസരം അയ്യപ്പ മന്ത്രങ്ങളോടുകൂടി സന്നിധാനത്ത് കാത്തിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിവിധ ക്ഷേത്രങ്ങളിൽ പര്യടനം നടത്തി ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഈ തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് വലിയ രീതിയിലുള്ള സ്വീകരണം നൽകിയിരുന്നു. ഇന്ന് രാവിലെ ലാഹയിലേക്ക് എത്തുകയും ലാഹയിൽ നിന്നുമാണ് പിന്നീട് ചാലക്കയം അതുപോലെ പമ്പയിലേക്കൊക്കെ തന്നെ ഈ തങ്കയങ്കി ഘോഷയാത്ര എത്തിയത്. ഏതായാലും സന്നിധാനം ഭക്തിസാന്ദ്രമാണ്. ശരണമന്ത്രങ്ങളോടുകൂടി ഭക്തർ ആ ദീപാരാധനയ്ക്കുള്ള കാത്തിരിപ്പിലാണ്. ദിലീപ് കുമാർ. ശരണാരവങ്ങളിൽ തങ്കയങ്കി ഘോഷയാത്ര ഇപ്പോൾ സന്നിധാനത്തെത്തിയിരിക്കുകയാണ്. ആറന്മുള ക്ഷേത്രത്തിൽ നിന്നാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നാണ് ഈ തങ്കയങ്കി ഘോഷയാത്ര അതിൻ്റെ പ്രയാണം തുടങ്ങിയത്. ഇപ്പോൾ സന്നിധാനത്തെത്തിയിരിക്കുന്നു. മണ്ഡലപൂജയ്ക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് നാളെ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കിയുമായി തിരുവിതാംകൂറിലെ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് സമർപ്പിച്ച 452 പവൻ തൂക്കം വരുന്ന തങ്കയങ്കിയാണ്
തങ്കയങ്കിയുമായാണ് ഇപ്പോൾ സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നത്. നിരവധി ഭക്തരാണ് ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിലേക്ക് ഈ ഘോഷയാത്രയെ പിന്തുടർന്ന് ഘോഷയാത്രയ്ക്കൊപ്പം എത്തിയിരിക്കുന്നത്. സുജിത് സുരേന്ദ്രൻ തുടരുന്നുണ്ട് സന്നിധാനത്ത് നിന്ന്. സുജിത്, പറയൂ. ഇനി അല്പസമയം മാത്രമാണ് ദീപാരാധനയ്ക്ക് ബാക്കിയുള്ളത്. ഇനിയിപ്പോൾ ശ്രീലകം തുറക്കുമ്പോൾ ആ തങ്ക വിഗ്രഹത്തിൽ ഈ തങ്കയങ്കി ചാർത്തിയുള്ള രൂപമാകും, അയ്യപ്പ രൂപമാകും ഭക്തർക്ക് ദർശിക്കാൻ സാധിക്കുക. വലിയ തിരക്കാണ് സന്നിധാനത്ത് ഈ തീർത്ഥാടന കാലത്തും അനുഭവപ്പെട്ടത് എന്നുള്ളതാണ്. ഈ തീർത്ഥാടന കാലം പിന്നിടുമ്പോൾ, ഈ മണ്ഡലകാലം പിന്നിടുമ്പോൾ ഭക്തരുടെ എണ്ണം 30 ലക്ഷമാണ് പിന്നിട്ടത്. ഡിസംബർ 25 വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ 30,1532 പേരാണ് ദർശനം നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഡിസംബർ 25 വരെ 2023 28.42 ലക്ഷം ഭക്തരാണ് എത്തിയെങ്കിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വർധനവ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ ശബരിമല വരുമാനത്തിലടക്കം വലിയ രീതിയിലുള്ള വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഈ ദീപാരാധനയ്ക്ക് ശേഷം അയ്യപ്പന് വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തി ദർശിക്കാനാകും. അതിനുശേഷം നാളെയും ഇത്തരത്തിൽ ദർശനമുണ്ടാകും. നെയ്യഭിഷേകത്തിനൊക്കെ തന്നെ നിയന്ത്രണങ്ങൾ ഇന്ന് ഉണ്ട്. അതുപോലെ തന്നെ നാളെ 9:30 വരെ മാത്രമാകും നെയ്യഭിഷേകം നടക്കുക. ഒപ്പം ഭക്തർ കടത്തിവിടുന്നതിനും നിയന്ത്രണമുണ്ട്. വെർച്വൽ ക്യൂ വഴി ഇന്ന് 35,000-ഉം നാളെ 30,000 പേർക്കും മാത്രമാണ് ദർശനം വെർച്വൽ ക്യൂ വഴി ലഭിക്കുക. 2,000 മാത്രമാകും സ്പോട്ട് ബുക്കിംഗ് ഉള്ളത്. 10,000 വരെ സ്പോട്ട് ബുക്കിംഗ് കടന്നിരുന്നു. അതിനുശേഷം അത് 5,000-ഉം ആക്കി മാറ്റിയിരുന്നു. പക്ഷേ ഇന്നും നാളെയും 2,000 പേർക്ക് മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ് വഴി സന്നിധാനത്തേക്ക് പ്രവേശനം ലഭിക്കുക. ഏതായാലും ഈ വലിയ തിരക്കിലമർന്ന സന്നിധാനത്തെ കാഴ്ചകളായിരുന്നു നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണാൻ സാധിച്ചത്. ഇന്ന് ഈ തങ്കയങ്കി ചാർത്തി അയ്യപ്പ രൂപം ദർശിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സന്നിധാനത്തേക്ക് എത്തി പല ഭാഗങ്ങളിലായി വിരിവെച്ച് കാത്തിരിക്കുന്ന അയ്യപ്പന്മാരെയും നമുക്ക് ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ സന്നിധാനത്തേക്ക് തങ്കയങ്കി ഘോഷയാത്ര എത്തിയിരിക്കുകയാണ്. മണ്ഡലകാലത്തിന് വിരാമമിട്ടുകൊണ്ട് മണ്ഡല പൂജ നാളെ നടക്കും. പരിസമാപ്തി 41 ദിവസത്തെ മണ്ഡലകാലത്തിന് വിരാമമിട്ടുകൊണ്ട് നാളെ തങ്കയങ്കി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തും. വിവരങ്ങൾ നൽകിയത് സന്നിധാനത്ത് നിന്ന് സുജിത് സുരേന്ദ്രൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.